ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറയുന്നത് തയ്യൽ മെഷീനെ കുറിച്ചാണ്. ആ തയ്യൽ മെഷീൻ വാങ്ങിച്ചിട്ട് ഒരുപാട് പേര് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ആ മെഷീൻ കൊണ്ട്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് വരാറുണ്ട് ഇത് സർവീസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ തയ്യൽ മെഷീന് സർവീസ് ചെയ്യാൻ പറ്റില്ല. പറ്റുകയാണെങ്കിൽ തന്നെ എന്തെങ്കിലും അതിൻ്റെ ഗിയറൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ഗിയറാണ്. അപ്പോൾ നമുക്കതൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പെയർ പാർട്സ് പോലും കിട്ടില്ല നമുക്ക്. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചെറിയൊരു പൊട്ട് വന്നാൽ പോലും പിന്നെ അത് കളിപ്പാട്ടായിട്ട് ഉപയോഗിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു മെഷീനെ കുറിച്ചാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക, അങ്ങനത്തെ മെഷീൻ വാങ്ങിച്ചിട്ട് പെട്ടുപോകരുത്. വെറുതെ 2000 രൂപ 2500 രൂപ കൊടുത്തിട്ട് വെറുതെ നിങ്ങൾ പൈസ കളയരുത്. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ മെഷീൻ വരുന്നത് കേട്ടോ. കാണിച്ചുതരാം, കണ്ടോ? ഇതാണ് വരുന്ന മെഷീൻ. ഇത് നമ്മളെ ചവിട്ടുന്നതിന് പകരമുള്ളത്. ഒന്ന് ചവിട്ടുന്നതിന് കേബിള്, ഒന്ന് കറണ്ടിനുള്ള കേബിള്. പിന്നെ ഇതെങ്ങനെയാണ് വരുന്ന മെഷീൻ. ഇത് ഒരു കസ്റ്റമർ, ഞാനൊരു മെഷീൻ കൊടുക്കാൻ പോയപ്പോൾ ഒരു സിംഗറിൻ്റെ സ്റ്റാർട്ടറിൻ്റെ മോഡലാണ് വാങ്ങിച്ചായിരുന്നത്. അപ്പോൾ ആ മെഷീൻ ഞാനവിടെ ഡെമോ കാണിക്കാൻ പോയപ്പോൾ അവർ എനിക്കെടുത്ത് തന്ന ഇത് മെഷീന്. ഇതാ ഞാൻ ആദ്യം വാങ്ങിച്ചത്. ആമസോണിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് അങ്ങനെ എന്നോട് പറഞ്ഞത്. ഇതാണ് വാങ്ങിച്ചത്. ഇത് അടിച്ചിട്ട് ഒട്ടും ശരിയാകണില്ല. എടുത്തപ്പോഴേ മുതൽ സ്റ്റിച്ച് ഒന്നും അടിക്കാനേ പറ്റണില്ല എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ ഞാൻ ഇതൊന്ന് കൊണ്ടുപോയിക്കോട്ടെ, ഞാനൊരു വീഡിയോ ചെയ്തോളാം. ഒരുപാട് പേര് എനിക്കിങ്ങനെ കൊണ്ടു തരാറുണ്ട് ഈ മെഷീൻ നന്നാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാനൊരു വീഡിയോ ചെയ്തിട്ട് കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ച സാധനമാണിത്. ഇതാണിപ്പോൾ സംഭവം. ഇത് കുറച്ച് ഒരു അത്യാവശ്യം തയ്യലിനെ കുറിച്ച് അത്യാവശ്യമില്ല, ഒരുവിധ ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഇതിന് തയ്ച്ചാൽ എന്താ, അത്രയും ഇല്ലാത്ത ആൾക്കാരെ ഇത് വാങ്ങത്തുള്ളൂ. അല്ലെങ്കിൽ ഇതേം അവർക്ക് കണ്ടാൽ തന്നെ മനസ്സിലായിക്കൂടെ ഇതിന് എത്രത്തോളം അടിക്കാൻ പറ്റും എന്നുള്ളത്. ഇത് വാങ്ങിച്ച് പെട്ടവരാണ് പിന്നെ മറ്റുള്ള ഫാഷൻ മേക്കർ അല്ലെങ്കിൽ ടേബിൾ ടോപ്പ് എടുക്കാൻ മടിക്കുന്നവർ, അല്ലെങ്കിൽ ആ മെഷീനെ കംപ്ലൈൻ്റ് ആണെന്നുള്ള പറഞ്ഞിട്ട് തള്ളിക്കളയുന്നവർ ഇതുപോലത്തെ മെഷീൻ ആദ്യം വാങ്ങിക്കും. എന്നിട്ട് അവർ ഇതുപോലത്തെ മെഷീനല്ല മറ്റു ഫാഷൻ മേക്കർ, അത് നിങ്ങൾ മനസ്സിലാക്കണം. സിംഗറിൻ്റെ ഒക്കെ ഉഷ ടൈപ്പ് മെഷീനുകളൊന്നും ഇതുപോലത്തെ അല്ല. ഇത് വെറും ക്വാളിറ്റി ഇല്ല, ഒന്നുമില്ല ഇതിന്. ഇത് പറയാൻ ഒന്നുമില്ല ഇതിനെപ്പറ്റി പറയാൻ. ഇത് റണ്ണിങ് ഒക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക്. റണ്ണിങ് ഒക്കെ പിന്നെ ഞാൻ കാണിച്ചു തരാം. നൂലിടുന്നതൊക്കെ ഇങ്ങനെയാണ്. ഇത് കറണ്ടിന് കൊടുക്കുക. ഇതാണ് ഇവിടെ ലൈറ്റിൻ്റെത്, ഉണ്ടോ? ലൈറ്റ് എത്തിയുണ്ടോ? ഓഫ്. അതേമാതിരി ഇത് നമ്മൾ പ്രസ് റണ്ണിങ് ഉണ്ടോ? ഇത് റണ്ണാക്കാം, ഇതിൽ നമുക്ക് റണ്ണാക്കാം. ഉണ്ടോ? ഇത് റണ്ണിങ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ പ്രസ് ബട്ടൺ, അപ്പം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോകും. ഉണ്ടോ? സ്റ്റിച്ച് ചെയ്തുകൊണ്ട് പോകും, ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റിച്ച് ചെയ്യും. ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇത് ലോ ആയിട്ട് സ്റ്റിച്ച് ചെയ്യണമെന്നാണ്. അപ്പോൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അമർത്തി കഴിഞ്ഞാൽ ലോ ആയിട്ട് സ്റ്റിച്ച് ചെയ്യും. ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ അവർ ഫ്ലിപ്കാർട്ട് ആമസോണൊക്കെ പരസ്യം കൊടുക്കുമ്പോഴൊക്കെ നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്യണമൊക്കെ അങ്ങനെ കാണിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് ആണ്, വാങ്ങാം, കൊള്ളാം, കുഴപ്പമില്ല എന്നൊക്കെ തോന്നും. പക്ഷെ ഇത് നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് 2 സ്റ്റിച്ച് ചെയ്യുമ്പോക്കിന് ഇതിൻ്റെ കഥ മാറും. അല്ല, സ്റ്റിച്ചിങ് ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതുപോലെ തന്നെയാണ്. ഫസ്റ്റ് അതുപോലെ കുറച്ചു നേരം സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ തന്നെ സ്റ്റിച്ചിനൊരു വലിച്ചിലൊക്കെ ഉണ്ട്.
കുറച്ചു നേരം വേണം നമുക്ക് ഇങ്ങനെ കുറച്ച് രീതിയിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. അതാണ് ഈ പരസ്യത്തിലൊക്കെ കാണിക്കുന്നത്. അവർ കുറച്ചു നേരം നമുക്ക് കാണിച്ചു തരും സ്റ്റിച്ചിങ് ഒക്കെയാണ്. നമ്മളിത് വാങ്ങുന്ന എന്തിനാ? നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കീറിയതൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക്. അതുപോലെ ചെയ്യാൻ പറ്റില്ല. ആകെ ഒരു വട്ടം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ പറ്റി, അത്രേ ഉള്ളൂ. ഈ മെഷീന് ഒരുപാട് പേര് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് ആഴ്ചയിൽ 1 or 2 പേര് നമ്മളടുത്ത് വരാറുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിങ്ങനെ 2 സൈഡിലോട്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിൽ ചെറിയ ചെറിയ നമ്മളെ കളിപ്പാട്ടത്തിലുണ്ടല്ലോ, ടയറിൻ്റെ അവിടെ വരുന്ന 2 അതുപോലത്തെ ചെറിയ ഗിയറുകളാണ്. അത് പ്ലാസ്റ്റിക് ആണ്. അത് പോന്നു കഴിഞ്ഞാൽ പിന്നെ അത് വെക്കാന്ന് പറഞ്ഞാൽ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ സർവീസ് ചെയ്യാൻ കൊണ്ടുതരുമ്പോൾ തന്നെ നമ്മൾ ഇത് ഓപ്പൺ ആയിട്ട് തന്നെ പറയും, ഇത് സർവീസ് ചെയ്യാൻ പറ്റില്ല. സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിങ്ങനെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ തന്നെ പിന്നെ ഇത് ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് തന്നെ. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യില്ല എന്ന് തന്നെ പറയും. ഇപ്പോൾ ഇവിടെയാണ് നമ്മളെ ബോബിൻ ഇടുന്നത് കേട്ടോ. ഇതുകൊണ്ട് ഊരിയിട്ട് എടുക്കുക. കണ്ടോ? ബോബിൻ എടുക്കുക. ഇതാണ് ബോബിൻ. സാധാ മെഷീനിലൊക്കെ പോലെ തന്നെ ഇവിടെയാണ് ഇടല് കേട്ടോ. അങ്ങനെയാണ് ഇടുന്നത്. അങ്ങനെ ഇട്ടിട്ടാണ് എടുക്കല്. പിന്നെ അതുപോലെ തന്നെ ബോബിൻ വൈൻഡ് ചെയ്യണത് നമുക്ക് ഇവിടെ വെച്ചിട്ടാണ് ബോബിൻ വൈൻഡ് ചെയ്യുക. കണ്ടോ? ബോബിൻ വൈൻഡ് ചെയ്യുക. അതുപോലെ തന്നെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും ഇങ്ങനെ പ്രസ് ചെയ്യുക. കണ്ടോ? കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ പ്രസ് ചെയ്യുക, എന്നിട്ടൊന്നും ഇങ്ങനെ തിരിക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിൽക്കും. കണ്ടോ? ഒന്ന് പ്രസ് ചെയ്താൽ പുറത്തേക്ക് വരും. നിൽക്കുക, ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിൽക്കും. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ബോബിന് നൂലില്ല എന്നുണ്ടെങ്കിൽ ബോബിൻ ഇട്ടിട്ടും നമുക്കിവിടെ ചെയ്യാം കേട്ടോ. കണ്ടോ? ബോബിനിൽ നൂല് ചുറ്റിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെയും ചെയ്യാം. കണ്ടോ? ഓക്കെ. ഇങ്ങനെ പുറത്തിട്ട് ഇങ്ങനെ ചെയ്യാം. മേലെ ത്രെഡ് ഇടും ചെയ്യാം. സംഭവം ഇതൊക്കെ കാണിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആവും വാങ്ങിച്ചാലോ എന്നുള്ളത്. പക്ഷെ വാങ്ങിച്ചൊന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് അറിയാം. ഓക്കെ. ഇനി കറക്റ്റ് ഇതേപോലെ തന്നെ നൂല് പിടിക്കുക. നമ്മൾ വെയിൽ കറക്കുക. ഉണ്ടോ? മേലേക്കൊന്നു നൂല്, 2 നൂലും കൂടി ഒരുമിച്ച് പിന്നെ ബാക്കിലോട്ട് വെക്കുക. ഉണ്ടോ? ഒന്ന് വെക്കുന്ന പ്രഷറുണ്ട് അതേമാതിരി തന്നെ താഴത്തെ വെക്കുക. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റിച്ച് കാണിച്ചു തരാം കേട്ടോ. ഞാൻ പറയും, എൻ്റെ അഭിപ്രായം സാധനം എടുക്കണ്ടെന്നേ ഞാൻ പറയുള്ളൂ. അത്രയേ ഉള്ളൂ എനിക്ക് നിങ്ങളോട് പറയാൻ. ഇനി എടുത്തിട്ട് ആരും പെടരുത്. ഓക്കെ. പിന്നെ ഇതിൻ്റെ ലൈറ്റൊക്കെ കാണണം നിങ്ങൾക്ക്. ഗംഭീര ലൈറ്റാണ്. ലൈറ്റൊക്കെ സമ്മതിച്ചു കൊടുക്കണം. ഉണ്ടോ ലൈറ്റ്? ഞാൻ ഈ ലൈറ്റ് ഓഫ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടാ? ഗംഭീര ലൈറ്റാണ് കൊടുക്കുന്നത്.
അടിപൊളി ലൈറ്റൊക്കെയാണ് കൊടുക്കുന്നത്. ഇതൊക്കെ അവർ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും, വാങ്ങാന്നുള്ളത്. പക്ഷെ നിങ്ങൾ ഈ 2000 രൂപ കൊടുത്തിട്ട് വാങ്ങുന്ന നേരം കൊണ്ട് നിങ്ങൾക്ക് ഇതിലൊരു 1000 രൂപ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 2500 3000 രൂപയ്ക്കൊക്കെ നമുക്ക് സാധാ ബ്ലാക്ക് മെഷീന് സെക്കൻഡ് ഹാൻഡ് കിട്ടാണ്ട്. അത് വീട്ടിൽ കൊണ്ടുവച്ച് ഓയിലൊക്കെ ഇട്ട് അത്യാവശ്യം നല്ല രീതിയിൽ അടിച്ചു കഴിഞ്ഞാൽ ഇത് എപ്പോഴും ഉപയോഗിക്കാം. അതിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓയിലിട്ടൊന്ന് ഫ്രീ തയ്ക്കാല്ലെങ്കിലും ഫ്രീ ആയിട്ട് അടിച്ചു നോക്കിയാൽ തന്നെ കുറേ കാലം നിൽക്കുന്ന മെഷീൻ. അത്യാവശ്യം ഡിസൈൻ ചെയ്യുന്ന അങ്ങനെയൊക്കെ വർക്കൊക്കെ ചെയ്യാൻ നിന്ന ഫാഷൻ മേക്കർ, സിംഗറിന്റെ സ്റ്റാർട്ട് ആ മോഡലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് നല്ല വർക്കുകൾ ചെയ്യാം. ഇഷ്ടംപോലെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതിൽ. അപ്പോൾ ഈ മെഷീന് നിങ്ങൾ കഴിയുന്നതും അവോയ്ഡ് ചെയ്യുക, വേണ്ടാന്ന് വെക്കുക. എത്ര പേരാ അറിയോ വരുന്നത് ഒരുപാട് നന്നാക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇത് ഒഴിവാക്കുക, ഈ മെഷീൻ വാങ്ങാതിരിക്കുക. എത്ര നല്ല പരസ്യം കാണുകയാണെന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ മെഷീനറി നിങ്ങൾ വാങ്ങിക്കാതിരിക്കുക. എന്നുവെച്ചാൽ നമ്മൾ അത്രയും മെഷീൻ സർവീസ് ചെയ്യുന്നതുകൊണ്ടും പറയാണ് നിങ്ങളോട് ഇത് വാങ്ങിക്കരുത് എന്നുള്ളത്. ഇനി ഇതിനെ തയ്ക്കുന്നവരുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. എൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്താൽ തയ്ക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഇത് വാങ്ങിച്ച് പെട്ടവരുണ്ടെങ്കിലും കമൻറ്റ് ചെയ്താൽ ഞാൻ വാങ്ങിച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്നാലേ മറ്റുള്ളവർ വാങ്ങിക്കാതിരിക്കുള്ളൂ. മറ്റുള്ളവരും കൂടി വെറുതെ പെടുത്തണ്ടല്ലോ വാങ്ങിച്ചിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ലൈക്ക് ചെയ്യുക, പുതിയ ആൾക്കാർ സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബർ ചെയ്യുക. പിന്നെ കമൻറ്റ് എന്തായാലും നിർബന്ധമായിട്ട് ഈ മെഷീനിൽ ചെയ്യണം, എന്നുവെച്ചാൽ ഇനിയെങ്കിലും പൈസ വെറുതെ കളയരുത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.